പാലം പുനർനിർമ്മാണത്തിന് കരാറെടുത്ത കോൺട്രാക്ടറുടെ മെല്ലെപ്പോക്കിൽ ദുരിതമനുഭവിച്ച് കാരയ്ക്കാട് നിവാസികൾ. 2021 ഒക്ടോബർ 16-നുണ്ടായ മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ നടപ്പാലം പുനർനിർമ്മാണം വൈകുന്നതാണ് നാട്ടുകാരെ വലയ്ക്കുന്നത്. ഇളപ്പുങ്കൽ കാരയ്ക്കാട് നിവാസികൾക്ക് മറുകരയെത്താനുള്ള ഏക ആശ്രയമായിരുന്നു ഈ പാലം. തോണിമറിഞ്ഞും ചെങ്ങാടം പൊട്ടിയും അപകടങ്ങൾ പതിവായ സമയത്താണ് 3 പതിറ്റാണ്ട് മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നടപ്പാലം പണിതത്. പൊളിഞ്ഞ പാലത്തിൻ്റെ ഭാഗങ്ങൾ പുനർനിർമ്മിച്ച് ഇരുകരകളിലെയും ജനങ്ങളുടെ യാത്രാദുരിതം അവസാനിപ്പിക്കണമെന്ന നിരന്തര ആവശ്യത്തെ തുടർന്ന് MLA ഫണ്ടിൽ നിന്ന് 21 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ വലിയ അമർഷത്തിലാണ് പ്രദേശവാസികൾ. കാരയ്ക്കാട് ഇളപ്പങ്കൽ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ആഗ്രഹിച്ച ഒരു പാലമാണ് നടപ്പാലം. 3 പഞ്ചായത്തുകൾ കൂടി പണിത പാലമാണ്. തീക്കോയും ഈരാറ്റുപേട്ടയും തലപ്പലം കൂടി പണിത ആ പാലം 2021 ഇത് തകർന്നു വീഴുന്നത്, മഹാപ്രളയത്തിൽ തകർന്നു വീഴുന്നത്. 5 വർഷത്തോളമായി ഈ തകർന്ന പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് MLA സെബാസ്റ്റ്യൻ കുളത്തങ്ങ MLA 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആ പൈസ കൊണ്ട് തികയാത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അത് 21 ലക്ഷം രൂപ ആയിട്ട് അനുവദിക്കുകയും 2 വർഷത്തോളമായി ഇത് അനുവദിച്ച് കിടക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം തന്നെ ആദ്യത്തെ ഒരു കോൺട്രാക്ട് മാത്രമേ നിലവിൽ അതിലേക്ക് വെച്ചിട്ടുള്ളൂ. 2ാമത്തെ പ്രാവശ്യം അത് കോൺട്രാക്ട് എടുക്കുകയും അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഏക പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത്. നമുക്കറിയാം ഈ പ്രദേശത്ത് മേലുകാവ് കോളേജിലും അതുപോലെ തന്നെ അല്ലസർ കോളേജിലും അതുപോലെ തന്നെ പല കോളേജുകളിലും അതുപോലെ തന്നെ MMM UPS സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ സ്കൂൾ കുട്ടികൾ വളരെയധികം 100-ലധികം സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്ന ഒരു പാലമാണ്. കൂടാതെ തന്നെ ബിസിനസ്സുകാരും അതുപോലെ തന്നെ KK അജന്മി പോലുള്ള കമ്പനിയിലേക്കുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ദീർഘദൂര ബസ് നമുക്കറിയാം പീരുമേട് ഹൈവേ ആണ്. നമുക്കറിയാം മലബാർ സൈഡിലേക്കായാലും തൊടുപുഴ സൈഡിലേക്കായാലും അവിടെ പാലായിലേക്കായാലും എളുപ്പത്തിൽ നമുക്ക് ബസ് കയറാൻ പറ്റുന്ന ഒരു പാലമാണിത്. അതുകൂടാതെ തന്നെ ഇടമറക് ഹോസ്പിറ്റലിലേക്ക് ഈരാറ്റുപേട്ട ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്കറിയാം 250 രൂപയോളം ഓട്ടോയ്ക്ക് നമുക്ക് ചാർജ് വരുമ്പോൾ 10-25 രൂപ മുടക്കാണ് ഇടമറക് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ചികിത്സ തേടി എത്താൻ പറ്റുന്ന വളരെയധികം എളുപ്പമുള്ള ഒരു പാലമാണ്. ആ പാലം 4-5 വർഷമായി തകർന്നു കിടക്കുന്നു. അതിൽ കോൺട്രാക്ടർ അനാസ്ഥ മൂലം ഇത് പണിയാതെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. MLA എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ കേഡർ ഉപയോഗിച്ചുകൊണ്ട് ഇത് പണിയുന്നത് കേഡർ ഉപയോഗിച്ചുകൊണ്ടാണ് പണിയുന്നത്. പല ആളുകളും പറഞ്ഞ് തമിഴ്നാട്ടിൽ ഇപ്പോൾ എടുത്തെന്ന് പറയുന്ന കോൺട്രാക്ടർ, കുറേ ആളുകളും പറയുന്നത് അക്കരയിട്ട് പണിയുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചോളം ഇത് അന്വേഷിക്കുമ്പം ഇത് യാതൊരു പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. കുറച്ചൊരു 5-6 ചാക്കിൻ്റെ സിമെൻറ്റ് കൊണ്ട് മുകളിൽ ചെറുതായിട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് മാത്രമേ ഉള്ളൂ. മഴ തടസ്സമല്ല പണിയുന്നതിന്. അത് കേഡറിലാണല്ലോ പണിയുന്നത്, ഇരുമ്പ് കേഡറിലാണല്ലോ പണിയുന്നത്. അത് കൊണ്ടുവന്ന് ഊർത്തിയാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികൾക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഈ പാലം പണി MLA ഇടപെട്ട് പൂർത്തീകരിച്ചു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലമായതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മുതിർന്നവർക്ക് പോലും പുഴ മുറിച്ചു കടക്കലും അസാധ്യമായി. വെള്ളം കുറയുന്ന സന്ദർഭങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പുഴ മുറിച്ചു കടന്ന് മറുകരയെത്തുകയാണ് പതിവ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കാരയ്ക്കാട് സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA പാലം 1 മാസത്തിനകം പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് നിറഞ്ഞ കയ്യടിയോടെയായിരുന്നു ജനം സ്വീകരിച്ചത്. ഈ സ്കൂള് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്ന ഒരു വലിയ നിവേദനമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ തകർന്നു പോയ വട്ടികൊട്ട പാലം, ചങ്ങാടക്കടവിലെ പാലം പുനർനിർമ്മിക്കണം എന്നുള്ളതായിരുന്നു. അത് ഇവിടുത്തെ കുട്ടികളൊക്കെ വന്ന് നിവേദനം നൽകിയപ്പോൾ ശരിക്കും അതിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് നടത്തി തരണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അവർ വന്നൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് നടത്തി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയുടെ ചുമതലയാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ഓരോരോ തടസ്സങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അതൊന്നും ഞാൻ ആ സമയപരിമിതി മൂലം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കുറച്ച് വൈകിയെങ്കിലും ഇപ്പോ അതിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ആരംഭിക്കുകയും പരമാവധി 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ പഴയ പാലം പുനഃസ്ഥാപിച്ച് തുറന്നു തരുന്നതാണെന്ന് ആമുഖമായി അറിയിക്കുകയാണ്. കാരണം ഈ സ്കൂളിൽ നിന്ന് ആവശ്യപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ള നിലയിലാണ്. എന്നാൽ 4 മാസം പിന്നിട്ടെങ്കിലും പാലത്തിൻ്റെ തൂണുകൾക്ക് മുകളിൽ അല്പം കോൺക്രീറ്റ് ഇട്ടത് മാത്രമാണ് ആകെ ചെയ്ത നിർമ്മാണ പ്രവൃത്തി. ഇളപ്പുങ്കൽ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് കാരയ്ക്കാട് സ്കൂളിനെയാണ്. പാലത്തിലൂടെ മറുകര എത്തിയാൽ 1/2 കിലോമീറ്റർ മാത്രമാണ് സ്കൂളിലേക്കുള്ള ദൂരം.
പാലം തകർന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾ 8 കിലോമീറ്റർ ചുറ്റിയാണ് സ്കൂളിലെത്തുന്നത്. കൂടാതെ ഇളപ്പുങ്കലുള്ള 2 ഭക്ഷ്യനിർമ്മാണ കമ്പനിയിലെ നിരവധി ജീവനക്കാരും തൊടുപുഴ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാരും ഇതുമൂലം ബുദ്ധിമുട്ടുകയാണ്. അതേസമയം ഇളപ്പുങ്കൽ കാരക്കാട് ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് ഗതാഗതയോഗ്യമായ പാലം പണിയണമെന്ന പതിറ്റാണ്ടുകളായ ആവശ്യത്തെ തുടർന്ന് നടപ്പാലത്തിന് 500 മീറ്റർ അകലെ സ്ഥലം കണ്ടെത്തി 10.5 കോടി രൂപ ഫണ്ടും അനുവദിച്ചതാണ്. സാങ്കേതിക തടസ്സം മാറിയാൽ പുതിയ പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് MLA പറയുന്നത്. എന്നാൽ ഇതിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. പിന്നീട് നമുക്ക് ഏറെ ആഗ്രഹിച്ച സംഭവമാണ് പുതിയ വാഹന സൗകര്യമുള്ള ഒരു പാലം എന്നുള്ള സ്വപ്നം. അതേശം MLAയുടെ നേതൃത്വത്തിൽ അതും നമ്മൾ പൂവണിയാൻ പോവുകയാണ്. സ്ഥലം എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയത് സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് വെട്ടിയാൽ 10 കോടി രൂപ ബഡ്ജറ്റിൽ തുക വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമമായിട്ട് MLA മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അത് 2-3 വർഷം കഴിയും അത് അതിൻ്റെ പണി പൂർത്തീകരിച്ച് വരണമെങ്കിൽ. അതിൻ്റെ ASും TSും റോഡിൻ്റെ സർവേയും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം റെഡിയായി വരുമ്പോൾ 2-3 വർഷം അത് പിന്നിടും. ആ 3 വർഷത്തോളം നമുക്ക് ഈ നടപ്പാലം എത്രയും പെട്ടെന്ന് തന്നെ MLA ഇടപെട്ട് ഈ പഴയ നടപ്പാലം, ഒളിഞ്ഞുപോയ നടപ്പാലം അത് പണി പൂർത്തീകരിക്കുവാൻ MLA നേതൃത്വത്തിൽ അത് ഉത്സാഹിക്കണം. ഗതാഗതയോഗ്യമായ പാലം വന്നാൽ ഈ പുഴയുടെ ഇരുവശത്തുകൂടി കടന്നുപോകുന്ന കാഞ്ഞിരങ്കവല കാഞ്ഞിരപ്പള്ളി റോഡും ഈരാറ്റുപേട്ട പീരുമേട് സംസ്ഥാന പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡായി ഇത് മാറും. തൊടുപുഴ റോഡിൽ നിന്ന് വാഗമൺ റോഡിലേക്കെത്താൻ 7 കിലോമീറ്റർ എളുപ്പമാവുകയും ചെയ്യും. ഇരു പാലങ്ങളും എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.